യാഗത്തിൽ ദേവഗണങ്ങളെയും ഭൂതഗണങ്ങളെയും സർവശ്രേഷ്ഠ മുനിമാരെയും ക്ഷണിച്ചു. എന്നാൽ സ്വന്തം പുത്രിയായ സതീദേവിയെയും മഹാദേവനെയും യാഗത്തിൽ ക്ഷണിച്ചില്ല. ക്ഷണിക്കാതെ പങ്കെടുത്ത സതീദേവി സ്വന്തം പിതാവിനാൽ അപമാനിക്കപ്പെട്ട് ആ യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. വെന്തെരിയുന്ന ദേവിയുടെ ശരീരം കണ്ട മഹാദേവൻ ക്രോധത്താൽ അലറുകയും സ്വന്തം ശിരസിലെ ജടപറിച്ച് ഭൂമിയിലേക്ക് ആഞ്ഞെറിയുന്നു. ആ ജടയിൽ നിന്നും തന്റെ ജീവാംശമായ വീരഭദ്രൻ സ്വാമിയും വീരഭദ്രയും പൂജാതരായി ദക്ഷനെ വധിക്കുന്നു. വെന്തെരിഞ്ഞ ദേവിയുടെ ശരീരം മഹാദേവൻ ഇരുകൈകളാൽ കോരിയെടുത്ത് രുദ്രതാണ്ഡവമാണ്.